തക്കാളിയും കിഴങ്ങും വെച്ചിട്ട് ഒരു കിടിലൻ വെജിറ്റബിൾ റൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാവേ. കുക്കർ വെച്ച് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കണം. നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാവേ. പിന്നെ 1.5 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അത് കുറച്ച് വാടി വരുമ്പോഴത്തേക്കും വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുത്തത്. അതും കുറച്ച് വാടി വരുമ്പോഴത്തേക്ക് വേണം കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ. കാരണം കിഴങ്ങ് ആദ്യം തന്നെ ഇട്ടാൽ കുക്കറിൽ വിസിലടിച്ച് കഴിയുമ്പോൾ ഓവർ കുക്കായി പോകും. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഗരം മസാല ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കണം. ഞാൻ 1 ഗ്ലാസ് അരിയാണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത്. അരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവാന്ന് തോന്നിയത് കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തേട്ടാ. അപ്പോൾ അതേ 2 വിസിലിൽ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് വേവേറിയ പോലെ തോന്നും, പക്ഷേ ചൂടാറുമ്പോൾ സെറ്റ് ആയിക്കോളും. പിന്നെ ആഡംബരത്തിന് കുറച്ച് സോയാബീനും കൂടെ പൊരിച്ചത് ഞാൻ ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. വെറുതെ കഴിക്കാനും കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഞാൻ സലാഡും അച്ചാറും ഉണ്ടായിരുന്നത് കൊണ്ട് അതും കൂടെ എടുത്തിട്ടാണ് കഴിച്ചത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.